എന്താണോ ഷാഫിക്ക് പറയാനുള്ളത് ഷാഫി പറഞ്ഞു. അതല്ലാതെ ഒരു ചോദ്യങ്ങൾക്കും മാധ്യമങ്ങളെ പഴി ചാരി ആദ്യം, അതല്ലാതെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ എടുക്കാൻ MP തയ്യാറായില്ല. തീർച്ചയായും അതെ, ഷാഫി പറയാനുള്ളത് പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം വടകരയിൽ നിന്ന് ഈ പരിപാടിക്ക് ശേഷം പോവുകയാണ്. ഷാഫിക്ക എല്ലാം പ്രതികരിച്ചല്ലേ കഴിഞ്ഞല്ലോ. പോട്ടെ അവനെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാനെല്ലാം അത്യാവശ്യം നന്നായി പറഞ്ഞല്ലോ. പോട്ടെ. അതായത് മുൻപ് പറഞ്ഞതിനേക്കാൾ ഒരു വരി പോലും കൂട്ടിച്ചേർക്കാനില്ല, എല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്നാണ് ഷാഫി പറയുന്നത്. അതായത് ഈ പരിപാടിക്ക് ശേഷം വലിയ പ്രതിഷേധമൊക്കെ ഒരു ഭാഗത്ത് CPM-ന്റെ ഭാഗമായി ഉണ്ടായി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഷാഫി പോവുകയാണ്. അദ്ദേഹം പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി കൂട്ടിച്ചേർക്കലുകളോ അതിനപ്പുറത്തേക്കോ ഒന്നും തന്നെ ഇല്ല എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. ധാർമ്മികത ഉയർത്തിയാണ് മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത്. അതായത് ഇത്തരത്തിലൊരു വിവാദം വരുമ്പോൾ പാർട്ടിക്ക് ആദ്യം സ്വീകരിക്കാൻ കഴിയുക സംഘടനാ ചുമതലകളിൽ നിന്ന് അയാളെ മാറ്റുക എന്നുള്ളതാണ്. അതായത് അത് തന്നെയും മാറ്റിയതാണോ? ഷാഫി പറമ്പിൽ MP-യുടെ വാഹനത്തിന് നേരെ ഇപ്പോൾ പ്രതിഷേധം ആണ് എന്ന് തോന്നുന്നു. അവിടെ നിന്ന് എന്തായാലും ഷാഫി മടങ്ങുകയാണ്. പ്രതിഷേധങ്ങൾ മറികടന്നുകൊണ്ട് അവിടെ നിന്ന് ഷാഫി മടങ്ങി. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, സാധാരണ ഷാഫി എങ്ങനെ സംസാരിക്കും, ഷാഫി മാധ്യമങ്ങളോട് എങ്ങനെയാണ് ഇടപെടാറ്, ഈ വിഷയം നമുക്കറിയുന്നതാണ്. വടകരയുടെ പ്രതിഷേധമാണിത്. MP-ക്കെതിരെ വടകര പ്രതിഷേധിക്കുകയാണ്. 8ഓളം സ്ത്രീകള് മാങ്കൂട്ടത്തിനെതിരെ വന്നു. 8ഓളം സ്ത്രീകൾ തെളിവുകളായിട്ട് വന്നു. എന്തുകൊണ്ടാണ് പ്രതിഷേധിക്കാത്തത്? എന്തുകൊണ്ടാണ്? ഈ വടകര അങ്ങാടിയിൽ നടന്നു പോകുന്ന ആളാണ് മാങ്കൂട്ടോ. ഷാഫിയുടെ വലകയാണ്. ഈ വടകര പ്രതിഷേധിക്കുകയാണ്. വടകര അങ്ങാടി മൊത്തം പ്രതിഷേധിക്കുകയാണ്. വടകര MP-ക്കെതിരെയുള്ള പ്രതിഷേധം എന്നാണ് ഇപ്പോൾ CPM നേതാക്കൾ പറയുന്നത്. നോക്കൂ, ഇതിൽ പറഞ്ഞു വന്നത് ഇതാണ്: ഷാഫി പറമ്പിൽ MP മാധ്യമങ്ങളോട് എങ്ങനെയാണ് ഇടപെടാറ്, എങ്ങനെയാണ് സംസാരിക്കാറ്, അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് കേരളത്തിന് പരിചിതമാണ്. എത്രത്തോളം നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ആളാണ് ഷാഫി പറമ്പിൽ എന്ന് കേരളത്തിന് അറിയാം. ഈ ടൗണിൽ ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാല് ഈ കേരളത്തിന് നാടകമാണ്, കേരളത്തിന് തന്നെ അപമാനമാണ്. ഇതിനെതിരെ വടകരയിലുള്ള യുവത പ്രതിഷേധിക്കുകയാണ്, വടകരയിലുള്ള യുവാക്കൾ പ്രതിഷേധിക്കുകയാണ്, ഇവിടെയുള്ള സ്ത്രീകൾ പ്രതിഷേധിക്കുകയാണ്. ഈ നാണം കെട്ട MP വടകരയ്ക്ക് അപമാനമാണ്. രാജിവെച്ചേമാകൂ. MP-യും ഈ MLA-യും കൂടിയുള്ള തിരക്കഥയാണ് വടകരയിൽ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. MLA ഇതുവരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഇതിന് പിന്തുണയുമായി വടകര MLA നിൽക്കുകയാണ്. 8ഓളം സ്ത്രീകൾ, ഒരു ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെ ഒരു കോൺഗ്രസ് മുൻ നേതാവ് ആരോപണം വരികയാണ്. പക്ഷേ ഈ വിഷയത്തിൽ KK രമ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇരകൾക്കൊപ്പം എന്നാണ് KK രമയുടെ നിലപാട്. അതിലെല്ലാം അപ്പുറം ഷാഫി പറമ്പിൽ ഇത്രമാത്രം പറഞ്ഞാൽ മതിയോ എന്നൊരു ചോദ്യമുണ്ട്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ തനിക്ക് പറയാനുള്ളത് മാത്രം പറഞ്ഞു പോയത് എന്തുകൊണ്ടാണ് ഷാഫി എന്നതും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്.